പക്ഷെ അതിലിടക്കൊരു വയത് ഏശില്ല. പിന്നെ 14 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-13 വർഷക്കാലം മുന്നേ ആയിരുന്നു. എന്നാലും ഞാൻ രണ്ടുപേരും വയത് പറയാം, പക്ഷെ നിങ്ങളെല്ലാവരും കൈയടിക്കുമെങ്കിൽ മാത്രം. ആദ്യമായി പ്രണയിക്കുന്ന എന്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് കൈപൊന്നിച്ച് കാണിക്കാം. ഇത്ര ആളുകളുള്ളൂ. എന്നാ പ്രണയം നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപൊന്നിച്ച് കാണിക്കാം. ഞാനും കാണിച്ചു. എന്നാൽ പ്രണയിക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രണ്ടുപേരി മതപ്രഭാഷണ രീതിയിൽ ഞാൻ പറയാം. എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അതല്ല ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൈയടിക്കുക. ഇതിൽ ഈ പറയുന്ന വാചകം എന്റെ സുഹൃത്തുക്കൾ ശരിക്ക് ഉൾക്കൊള്ളണം എന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞു പോയി. ഇന്നിതാ ആനന്ദത്തിന്റെ നാളുകളാണ്, സന്തോഷത്തിന്റെ നാളുകളാണ്. അലയും തിരയും കാറ്റും കോളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒന്നിനു മീതെ മറ്റൊന്നായി പരിണമിക്കുകയാണ്. പാടത്തും പീഡികത്തിനിലുമിരിക്കുന്ന സമയം ഒരു പെണ്ണ് തന്റെ മുന്നിലൂടെ നടന്നുപോയാൽ അവൾ എന്നോട് ലൈന എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, ഞാനൊന്ന് പറയട്ടെയോ, പെണ്ണെന്ന വർഗം അവൾ ചിരിച്ചുകൊണ്ടെടുക്കും, അവൾ കരഞ്ഞുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കം വീരകഥാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ. ചീരുവരും പാമ്പിനെ നമ്പ്, ചിരിച്ചു വരും പെണ്ണിനെ നമ്പിക്കൂടാതെന്ന് ഏതോ ഒരു തമിഴ് സിനിമയിൽ തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറായ രജനികാന്ത് പോലും പറഞ്ഞില്ലേ. ഒരു പെണ്ണ് കരഞ്ഞാൽ അതിന് കാരണം പലതാണത്രേ, എന്നാൽ ഒരാണ് കരഞ്ഞാലോ അതിന് കാരണം ഒന്നേ ഒന്നാണ്. അതെന്താണ്? പെണ്ണിന്റെ ചതിയാണത്രേ. എല്ലാവരും ഈ വാചകം എപ്പോഴും